എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സാണ്. 2023 കറണ്ട് അഫയേഴ്സ് റിവിഷൻ. 2023 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് മൊത്തം ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മുടെ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സിലൂടെയും പഠിച്ചായിരുന്നു, അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സിലൂടെയും പഠിച്ചായിരുന്നു. അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം റിവിഷൻ ചെയ്യുന്നു. നോക്കാം. കേരള PSCയുടെ എല്ലാ എക്സാമുകൾക്കും സ്ഥിരമായി ചോദിക്കുന്ന കറണ്ട് അഫെയർ ആണ് ചന്ദ്രയാൻ 3. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 3. അത് വിക്ഷേപിച്ചെന്നാണ് 2023 ജൂലൈ 14. എല്ലാ എക്സാമുകളിലും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ചന്ദ്രയാൻ 3 എന്നാണ് ലോഞ്ച് ചെയ്തത് 2023 ജൂലൈ 14. അതിനുപയോഗിച്ച റോക്കറ്റാണ് LVM-3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. അതറിയപ്പെടുന്ന നിക്നെയിമാണ് ഇന്ത്യൻ ബാഹുബലി, അതുപോലെ ഫാറ്റ് ബോയ് എന്നൊക്കെ അറിയപ്പെടുന്ന റോക്കറ്റാണ് LVM-3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 M4 അല്ലെങ്കിൽ GSLV മാർക്ക് 3. ഇന്ത്യയുടെ ഏറ്റവും ഹെവിയസ്റ്റ് റോക്കറ്റാണ് GSLV മാർക്ക് 3. അതറിയപ്പെടുന്ന പേര് ഫാറ്റ് ബോയ്, ഇന്ത്യൻ ബാഹുബലി. ഇനി വിക്ഷേപണ സ്ഥലം സ്ഥിരം സ്ഥലം തന്നെ, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. വിക്ഷേപണ സ്ഥലം എവിടെയായിരുന്നു? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. 2023 ജൂലൈ 14 വിക്ഷേപിച്ചിട്ട് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ ലൂണാർ ഓർബിറ്റിൽ വന്നെത്തിയത് 2023 ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. 2023 ജൂലൈ 14 ആ സ്ഥിരം ക്വസ്റ്റ്യനാണ്. എന്നാണ് ലോഞ്ച് ചെയ്തത്? 2023 ജൂലൈ 14. അതിനുശേഷം ലൂണാർ ഓർബിറ്റിൽ വന്നെത്തിയത്, ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ വന്നെത്തിയത് 2023 ഓഗസ്റ്റ് 5-ാം തീയതി. ജൂലൈ 14-ാം തീയതി 2023 ജൂലൈ 14-ാം തീയതി ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചു. ഓഗസ്റ്റ് 5-ാം തീയതി ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നു. അതിനുശേഷം സോഫ്റ്റ് ലാൻഡിങ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയതെന്നാ 2023 ഓഗസ്റ്റ് 23. ഇതും സ്ഥിരം ക്വസ്റ്റ്യനാ. 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത്. എന്നാണ് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്? സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ദിവസമായ ഓഗസ്റ്റ് 23. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനം, നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 23-നാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ദിവസമാണ് ഓഗസ്റ്റ് 23. ഇനി സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ലാൻഡറിൻ്റെ പേരാണ് വിക്രം. ലാൻഡറിൻ്റെ പേര് വിക്രം. ഇനി റോബോട്ടിക് വെഹിക്കിള് റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ. ലാൻഡറിൻ്റെ പേര് വിക്രം. വിക്രം സാരാഭായുടെ ഓർമ്മയ്ക്ക് വിക്രം. റോവറിൻ്റെ പേര് പ്രഗ്യാൻ. ഇനി ഇറങ്ങിയ സ്ഥലം, ആ പ്ലേസിന് പറയുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. ആ സ്ഥലത്തിന് പറയുന്ന പേര് ശിവശക്തി പോയിന്റ്. ഇപ്പം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലാണ് സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 പ്രത്യേകത എന്താണ്? ദേശീയ ബഹിരാകാശ ദിനം, നാഷണൽ സ്പേസ് ഡേ. ലാൻഡറിൻ്റെ പേരാണ് വിക്രം, റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ. ഇറങ്ങിയ സ്ഥലം, ആ പ്ലേസിനെ പറയുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സൗത്ത് പോളിൽ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. ഇനി ചന്ദ്രനിൽ എവിടെ വേണമെങ്കിലും ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിനു മുമ്പ് നടത്തിയവർ USSR, USA, ചൈന. സോവിയറ്റ് യൂണിയനും അമേരിക്കയും ചൈനയും മാത്രമാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയിട്ടുള്ളൂ. 4ാമത് വന്ന രാജ്യമാണ് ഇന്ത്യ. ഇനി ദക്ഷിണ ധ്രുവം എടുത്തു പറയുകയാണെങ്കിൽ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രനിൽ നിന്ന് മാത്രമാണെങ്കിൽ ക്വസ്റ്റ്യൻ പറയണമെങ്കിൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിന് മുമ്പ് നടത്തിയവർ 3 പേരാണ്. 1 USSR, 2 US, 3 ചൈന. ഇനി സ്ഥിരം ചോദിക്കുന്ന 3 വ്യക്തികൾ, ഇതിന് പ്രൊജക്ട് ഡയറക്ടർ, മിഷൻ ഡയറക്ടർ, ആ സമയത്ത് ISROയുടെ ചെയർമാനാര്. നോക്കാം. ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ അദ്ദേഹം വീരനായിരുന്നു, P. വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടറാണ് P. വീരമുത്തുവേൽ. അടുത്ത മിഷൻ ഡയറക്ടർ, ചന്ദ്രയാൻ 3യുടെ മിഷൻ ഡയറക്ടർ, ആ മിഷൻ സക്സസ് ആവണമെന്നും ഭയങ്കര മോഹമായിരുന്നു, S. മോഹനകുമാർ. മിഷൻ ഡയറക്ടറാണ്
എസ് മോഹനകുമാർ. അടുത്ത സ്ഥിരം ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? അത് മലയാളിയായിരുന്നു, 5ാമത്തെ മലയാളി. ISROയുടെ ചെയർമാനായിരുന്ന 5ാമത്തെ മലയാളിയായ എസ് സോമനാഥ് ആയിരുന്നു. എസ് സോമനാഥ്, മറന്നു വരുത്. ഇപ്പോൾ 3 വ്യക്തികൾ. പ്രൊജക്ട് ഡയറക്ടറാണ് പി വീരമുത്തുവേൽ, വീരനായിരുന്നു പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ. മിഷൻ ഡയറക്ടറാണ് എസ് മോഹനകുമാർ, മിഷൻ സക്സസ് ആവണമെന്ന് മോഹാർന്നു. എസ് മോഹനകുമാറാണ് മിഷൻ ഡയറക്ടർ. ആ സമയത്ത് ISROയുടെ ചെയർമാനായിരുന്നു എസ് സോമനാഥ്. ഇനി GK പാർട്ട് നോക്കാം. സ്ഥിരമായി ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ. ആദ്യത്തെ 2 ദൗത്യങ്ങൾ ചന്ദ്രയാൻ 1ഉം ചന്ദ്രയാൻ 2ഉം. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചെന്നായിരുന്നു 2008. ചന്ദ്രയാൻ 1ന്റെ വർഷം 2008. അന്ന് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ജി മാധവൻ നായർ. അന്ന് ISRO ചെയർമാൻ ജി മാധവൻ നായർ. ചന്ദ്രയാൻ 2 അതും സ്ഥിരം ക്വസ്റ്റ്യനാ. ചന്ദ്രയാൻ 2 വർഷം ഏതായിരുന്നു? 2019. അന്ന് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? കെ ശിവൻ. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി കെ ശിവനാണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കെ ശിവൻ. പുറത്തേക്ക എങ്ങാനും GK പാർട്ടിന് ക്വസ്റ്റ്യൻ വരണമെങ്കിൽ ചന്ദ്രയാൻ 1ഉം ചന്ദ്രയാൻ 2ഉം ഓർത്തേക്ക. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 അന്ന് ISROയുടെ ചെയർമാൻ ജി മാധവൻ നായർ. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 അന്ന് ISROയുടെ ചെയർമാൻ കെ ശിവൻ. ഓർത്തേക്ക റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി കെ ശിവനാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് ക്വസ്റ്റ്യൻ വരണമെങ്കിൽ APJ അബ്ദുൽ കലാം. ഓർത്തേക്കണേ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് ക്വസ്റ്റ്യൻ വരണമെങ്കിൽ APJ അബ്ദുൽ കലാം. റോക്കറ്റ് മാൻ ചോദിക്കണമെങ്കിൽ കെ ശിവൻ. അഡീഷണൽ ആയിട്ട് 2 പോയിന്റ് ഓർത്തേക്ക. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യത്തിന്റെ പേരാണ് ഗഗൻയാൻ. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യനെ നമുക്ക് ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമാണ് ഗഗൻയാൻ. അടുത്ത സൂര്യന്റെ അടുത്തേക്ക്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം, ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ എക്സ്പ്ലോറേഷൻ പ്രോഗ്രാമാണ് ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം, ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1. അത് ലോഞ്ച് ചെയ്തെന്നാ 2023 സെപ്റ്റംബർ 2 ഇന്ത്യയുടെ സോളാർ എക്സ്പ്ലോറേഷൻ പ്രോഗ്രാമാണ് ആദിത്യ L1. 2023 സെപ്റ്റംബർ 2 ലോഞ്ച് ചെയ്തത്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമാണ് ഗഗൻയാൻ. ചന്ദ്രയാൻ 3 കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഏരിയയാണ് പുതിയ പാർലമെന്റ് മന്ദിരം, ന്യൂ ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം, അതിന് നിർമ്മാണ പദ്ധതിയുടെ പേരെന്താണ്? സെൻട്രൽ വിസ്ത പ്രൊജക്ട്. പുതിയ പാർലമെന്റ് മന്ദിരം, അതിൻ്റെ നിർമ്മാണ പദ്ധതിയുടെ പേരാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. നിർമ്മാണ കമ്പനി ഏതായിരുന്നു? ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ്. നിർമ്മാണ ചുമതലയുള്ള കമ്പനി ഏതാ? ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ആയിരുന്നു നിർമ്മാണ കമ്പനി. ഇനി സ്ഥിരം ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം, അതിന്റെ ശില്പി ആരാ? ബിമൽ പട്ടേൽ. അതിന്റെ ശില്പിയാണ് ബിമൽ പട്ടേൽ. പുറത്തേക്ക് 3 പ്രിയസ്. നിർമ്മാണ പദ്ധതിയുടെ പേര് സെൻട്രൽ വിസ്ത പ്രോജക്ട്. നിർമ്മാണ കമ്പനി ആയിരുന്നു ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ്. അതിന്റെ ആർക്കിടെക്ട് ശില്പിയാണ് ബിമൽ പട്ടേൽ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്തത്. 2023 മെയ് 28 ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. അത് ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാ? നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. അത് ഉദ്ഘാടനം ചെയ്ത വ്യക്തി നരേന്ദ്രമോദി. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം, ഫസ്റ്റ് സമ്മിറ്റ് എന്നായിരുന്നു ആദ്യ സമ്മേളനം? 2023 സെപ്റ്റംബർ 19. 2023 സെപ്റ്റംബർ 19 ആയിരുന്നു ആദ്യ സമ്മേളനം. ആദ്യ സമ്മേളനത്തിൽ ആദ്യം അവതരിപ്പിച്ച ബില്ല് ഏതായിരുന്നു? വനിതാ സംവരണ ബിൽ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ബില്ല് ഏതായിരുന്നു? വുമൺ റിസർവേഷൻ ബിൽ, വനിതാ സംവരണ ബിൽ. പുറത്തേക്ക് ഉദ്ഘാടനം 2023 മെയ് 28. ഉദ്ഘാടനം ചെയ്താരാ? നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യ സമ്മേളനം നടന്നു 2023 സെപ്റ്റംബർ 19. അന്ന് ആദ്യമായിട്ട് അവതരിപ്പിച്ച ബില്ല് ഏതായിരുന്നു? വനിതാ സംവരണ ബിൽ. ഇനി ആകൃതി നോക്കാം. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതികൾ നോക്കാം.
പുതിയ പാർലമെന്റ് മന്ദിരം അതിന്റെ ആകൃതി ത്രികോണാകൃതിയിലാണ്. പുതിയ പാർലമെന്റ് മന്ദിരം ഡിസൈൻ ചെയ്തത് ത്രികോണാകൃതിയിലാണ്. ഇനി ഓരോ ചേംബർ, ലോക്സഭാ ചേംബറും രാജ്യസഭാ ചേംബറും. ലോക്സഭാ ചേംബറിന്റെ ആകൃതി ഏതാകൃതിയിലാ? ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലിന്റെ ആകൃതിയിലാണ്. ലോക്സഭാ ചേംബർ ആകൃതി ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലിന്റെ ആകൃതിയിലാണ്. രാജ്യസഭാ ചേംബറിന്റെ ആകൃതി എങ്ങനെയാണ്? ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയുടെ ആകൃതിയിലാണ്. ദേശീയ പുഷ്പമായ താമരയുടെ ആകൃതിയിലാണ്. ഇപ്പം ഇന്ത്യൻ പാർലമെന്റ്, ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം അതിൻ്റെ ആകൃതി ചോദിക്കണമെങ്കിൽ ത്രികോണാകൃതിയിലാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം അതിൻ്റെ ആകൃതി ത്രികോണാകൃതിയിലാണ്. ഇനി അതിനകത്ത് ലോക്സഭാ ചേംബറിന്റെ ആകൃതി മയിൽ, ദേശീയ പക്ഷിയായ മയിലിൻ്റെ ആകൃതിയിൽ. രാജ്യസഭാ ചേംബറിന്റെ ആകൃതി താമര, ദേശീയ പുഷ്പമായ താമരയുടെ ആകൃതിയിൽ. ഇനി സീറ്റിംഗ് കപ്പാസിറ്റി നോക്കാം. ലോക്സഭയ്ക്ക് 888 ഇരിപ്പിടങ്ങൾ, 888. രാജ്യസഭയ്ക്കാണെങ്കിലോ 384 ഇരിപ്പിടങ്ങൾ. സീറ്റിംഗ് കപ്പാസിറ്റി ഓർത്തേക്കുക. ലോക്സഭയ്ക്ക് 888, രാജ്യസഭയ്ക്കാണെങ്കിൽ 384. ഇനി പഴയ പാർലമെന്റ് മന്ദിരം അതിന്റെ GK പാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. പഴയ പാർലമെന്റ് മന്ദിരം സൻസദ് ഭവൻ അത് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? ലോർഡ് ഇർവിൻ പ്രഭു. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. എന്നായിരുന്നു അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തത്? 1927 ജനുവരി 18 ഉദ്ഘാടനം. 1927 ജനുവരി 18 പഴയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തായിരുന്നു. അന്ന് ഉദ്ഘാടനം ചെയ്തതാരാ? ലോർഡ് ഇർവിൻ. അന്നത്തെ വൈസ്രോയി ആണ് ലോർഡ് ഇർവിൻ. ഇനി പഴയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത് പഴയ പാർലമെന്റിന്റെ ശില്പി ആർക്കിടെക്റ്റുകൾ 2 പേരാ. ആരൊക്കെയാ? ഇത് എക്കാലത്തെയും GK ക്വസ്റ്റ്യനാ. എഡ്വിൻ ലുട്ടിൻസും ഹെർബർട്ട് ബേക്കറും. ആരൊക്കെയായിരുന്നു 2 ശില്പികള്? എഡ്വിൻ ലുട്ടിൻസ്, ആ പേര് മറന്നുവരുത്. എഡ്വിൻ ലുട്ടിൻസും ഹെർബർട്ട് ബേക്കറും. പഴയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത് എഡ്വിൻ ലുട്ടിൻസും ഹെർബർട്ട് ബേക്കറും ആയിരുന്നു. പുതിയ പാർലമെന്റ് മന്ദിരം അതിന് ശില്പി ആരായിരുന്നു? ഇപ്പൊ പഠിച്ചത് ബിമൽ പട്ടേൽ. പുതിയ പാർലമെന്റ് മന്ദിരം അതിന് ശില്പിയാണ് ബിമൽ പട്ടേൽ. പഴയ പാർലമെന്റ് മന്ദിരം ചോദിക്കണമെങ്കിൽ എഡ്വിൻ ലുട്ടിൻസും ഹെർബർട്ട് ബേക്കറും. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി എങ്ങനെയായിരുന്നു? അത് ദീർഘവൃത്താകൃതിയിലായിരുന്നു. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ദീർഘവൃത്താകൃതിയിലായിരുന്നു. പുതിയ പാർലമെന്റ് മന്ദിരം അതെങ്ങനെയായിരുന്നു? അത് ത്രികോണാകൃതിയിലാണ് പണിതിരിക്കുന്നത്. ത്രികോണാകൃതിയിൽ. പഴയത് ചോദിക്കണമെങ്കിൽ ദീർഘവൃത്താകൃതിയിലാണ്. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ദീർഘവൃത്താകൃതിയിലായിരുന്നു. പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം, ലാസ്റ്റ് സമ്മിറ്റ്, ലാസ്റ്റ് സെഷൻ എന്നായിരുന്നു? 2023 സെപ്റ്റംബർ 18. 2023 സെപ്റ്റംബർ 18 ആയിരുന്നു പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം. അപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം എന്തായിരുന്നു? 2023 സെപ്റ്റംബർ 19. നേരത്തെ പഠിച്ചതാ. പിറ്റേ ദിവസമായിരുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം. അന്ന് ആദ്യമായിട്ട് അവതരിപ്പിച്ച ബില്ലായിരുന്നു വനിതാ സംവരണ ബില്ല്. അപ്പൊ എങ്ങാനും പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം ചോദിക്കണമെങ്കിൽ 2023 സെപ്റ്റംബർ 18. പിറ്റേ ദിവസം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ 2023 സെപ്റ്റംബർ 19. അന്ന് ആദ്യമായിട്ട് അവതരിപ്പിച്ച ബില്ലാണ് വനിതാ സംവരണ ബില്ല്. ഇനി പഴയ പാർലമെന്റ് മന്ദിരം ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്ന പേരെന്താ? പഴയ പാർലമെന്റ് മന്ദിരം ഇനി മുതൽ അറിയപ്പെടുന്ന പേരാണ് സംവിധാൻ സദൻ. ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാ? നരേന്ദ്രമോദി. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ് ആ പേര് നിർദ്ദേശിച്ചത്. പഴയ പാർലമെന്റ് മന്ദിരം ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്ന പേര് സംവിധാൻ സദൻ. പഴയ പാർലമെന്റ് മന്ദിരം ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്ന പേര് സംവിധാൻ സദൻ. ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി. അടുത്തതാണ് വനിതാ സംവരണ ബിൽ അല്ലെങ്കിൽ വുമൺ റിസർവേഷൻ ബിൽ. അത് അവതരിപ്പിച്ചത് ആരാ? അർജുൻ റാം മെഗ്വാൾ. കേന്ദ്രത്തിലെ ലോ മിനിസ്റ്റർ, സെൻട്രൽ ലോ ആൻഡ് ജസ്റ്റിസ്, നിയമം നീതിന്യായം മിനിസ്റ്ററാണ് അർജുൻ റാം മെഗ്വാൾ. അദ്ദേഹമാണ് വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചത്. ഓർത്തേക്കുക, 2021 CSEBിയുടെ പ്രീ ക്വസ്റ്റ്യനായിരുന്നു കേന്ദ്രത്തിലെ നിയമമന്ത്രി ആര്? അന്ന് കിരൺ റിജ്ജു ആയിരുന്ന ആൻസർ. ഇപ്പൊ പുതിയ അപ്ഡേഷനാണ്. ഓർത്തേക്കുക, ഇപ്പൊ കേന്ദ്രത്തിലെ ലോ മിനിസ്റ്ററാണ് അർജുൻ റാം മെഗ്വാൾ. ഇനി അതേ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓർത്തേക്കാണ് കേന്ദ്രത്തിലെ നിയമമന്ത്രി അർജുൻ റാം മെഗ്വാൾ. വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചതാരാ? അർജുൻ റാം മെഗ്വാൾ. കേന്ദ്രത്തിലെ നിയമമന്ത്രി, ലോ മിനിസ്റ്ററാണ് അർജുൻ റാം മെഗ്വാൾ. അദ്ദേഹം അവതരിപ്പിച്ച ബില്ലിന്റെ പേരെന്തായിരുന്നു?
നാരീശക്തി വന്ദൻ അധിനിയം. നാരീശക്തി വന്ദൻ അധിനിയം. അദ്ദേഹം അവതരിപ്പിച്ച ബില്ലിൻ്റെ പേരാണ് നാരീശക്തി വന്ദൻ അധിനിയം. അവതരിപ്പിച്ച ആളാണ് അർജുൻ റാം മേഘ്വാൾ. കേന്ദ്രത്തിലെ ലോ മിനിസ്റ്ററാണ് അദ്ദേഹം. വനിതാ സംവരണ ബില്ലിൻ്റെ ലക്ഷ്യം എന്താ? ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും ഡൽഹി നിയമസഭയിലും സ്ത്രീകൾക്ക് 33% സീറ്റ് റിസർവേഷൻ. എവിടേക്കായിരുന്നു? ലോകസഭയിൽ, സംസ്ഥാന നിയമസഭയിൽ, ഡൽഹി നിയമസഭയിലും സ്ത്രീകൾക്ക് 33% സീറ്റ് റിസർവേഷൻ. ഇത് ചിലയിടത്ത് ബാധകമല്ല, അതായത് ഉപരിസഭകളിൽ ബാധകമല്ല, രാജ്യസഭയിലും ബാധകമല്ല, സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിനും ബാധകമല്ല ഈ കോട്ട ബാധകമല്ലാത്തത് രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിനും ബാധകമല്ല. ബാധകമാവുന്നത് എവിടേക്കാ? ലോകസഭയിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ, സംസ്ഥാനങ്ങളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, സംസ്ഥാന നിയമസഭയിൽ, ഡൽഹി നിയമസഭയിലാണ് ഇത് ബാധകമാവുന്നത്. എത്ര ശതമാനം റിസർവേഷൻ? 33%. ലക്ഷ്യം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ഡൽഹി നിയമസഭയിലും സ്ത്രീകൾക്കായി 33% സീറ്റുകൾ സംവരണം ചെയ്യാൻ ലക്ഷ്യമിടുന്നു. രാജ്യസഭയിലും സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും ഇത് ബാധകമല്ല. ബാധകമാവുന്നത് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ഡൽഹി നിയമസഭയിലാണ് ലക്ഷ്യമിടുന്നത്. ഓർത്തേക്കുക, സെൻസസ് നടത്തി മണ്ഡലങ്ങൾ പുനഃക്രമീകരിച്ചതിന് ശേഷമാണ് ഇത് പ്രാബല്യത്തിൽ വരുള്ളൂ. വനിതാ സംവരണ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് നോക്കാം. ലോകസഭയിൽ വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചതെന്ന 2023 സെപ്റ്റംബർ 19. അപ്പോൾ വനിതാ സംവരണ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചതെന്ന 2023 സെപ്റ്റംബർ 19. അത് ലോകസഭ പാസ്സാക്കിയതെന്ന 2023 സെപ്റ്റംബർ 20. പിറ്റേ ദിവസം പാസ്സാക്കി. ലോകസഭ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 20. രാജ്യസഭ പാസ്സാക്കിയതെന്ന 2023 സെപ്റ്റംബർ 21. രാജ്യസഭ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 21. ഇനി രാഷ്ട്രപതി അതിൽ ഒപ്പുവെച്ചെന്ന 2023 സെപ്റ്റംബർ 28. ഓർത്തേക്കുക, ലോകസഭയിൽ അവതരിപ്പിച്ചത് 23 സെപ്റ്റംബർ 19. ലോകസഭ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 20. അതിനുശേഷം രാജ്യസഭ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 21. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. അടുത്തത് CSEBക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഏരിയയാണ് മുഖ്യമന്ത്രിമാർ. ഓരോ സംസ്ഥാനത്തിൻ്റെയും നിലവിലെ മുഖ്യമന്ത്രി ആരാന്ന്. നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് 2 ക്വസ്റ്റ്യൻ വന്നായിരുന്നു. നമ്മൾ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സിലും പഠിച്ചതാ, റെക്കോർഡ് ക്ലാസ്സിലും എങ്ങനെ ചോദിച്ചാലും ആൻസർ പറയാവുന്ന രീതിയിൽ പഠിച്ചതാണ്. അതായത് നമുക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ഓഗസ്റ്റ് മാസത്തിൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഗോവയുടെ നിലവിലെ മുഖ്യമന്ത്രി ആര്? പ്രമോദ് സാവന്ത്. അതുകൊണ്ട് തിരിച്ചു വെച്ചു, ഹേമന്ത് സോറൻ ഈസ് ദി ചീഫ് മിനിസ്റ്റർ ഓഫ് ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്? ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ. അപ്പം തിരിച്ചും മറിച്ചും ചോദിച്ചാലും ആൻസർ ചെയ്താവുന്ന രീതിയിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പം നമ്മൾ റിവിഷൻ ആയതുകൊണ്ട് 2023 ഇലക്ഷൻ മാത്രമാണ് നോക്കണേ. 2023 ഇലക്ഷൻ നടത്തിയിട്ട് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ആരൊക്കെയെന്നാണ് റിവിഷനിൽ നോക്കാം. ആദ്യം ഫെബ്രുവരി 2023 ഇലക്ഷൻ. 3 സംസ്ഥാനങ്ങൾക്കായിരുന്നു ഇലക്ഷൻ. ത്രിപുരയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാ? മാണിക് സാഹ. ത്രിപുരയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് മാണിക് സാഹ. മേഘാലയയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് കോൺറാഡ് സാങ്മ. നാഗാലാൻഡിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് നെഫിയ റിയോ. ഇപ്പോൾ 2023 ഫെബ്രുവരി മാസത്തിൽ 3 സംസ്ഥാനങ്ങൾക്ക് ഇലക്ഷൻ. ഓർത്ത് വയ്ക്കുക, ത്രിപുര മാണിക് സാഹ, മേഘാലയ കോൺറാഡ് സാങ്മ, നാഗാലാൻഡ് നെഫിയ റിയോ. ഇനി മെയ് 2023 ഇലക്ഷൻ. ഒരു സംസ്ഥാനത്തിലുള്ള കർണാടകയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ. പുറത്തേക്ക് ഫെബ്രുവരിയിൽ 3 പേര്: ത്രിപുര മാണിക് സാഹ, മേഘാലയ കോൺറാഡ് സാങ്മ, നാഗാലാൻഡ് നെഫിയ റിയോ. മെയ് മാസത്തിൽ ഒരു സ്റ്റേറ്റ് കർണാടകയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ. ഇനി 2023 നവംബർ മാസത്തിൽ 5 സംസ്ഥാനങ്ങളിലേക്ക് ഇലക്ഷൻ നടന്നു. 2023 നവംബർ മാസത്തിൽ 5 സംസ്ഥാനങ്ങൾക്ക് ഇലക്ഷൻ. മിസോറാമിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ.
മിസോറാമിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ലാൽ ദുഹോമ. ഛത്തീസ്ഗഡിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് വിഷ്ണു ദിയോസായ്. ഛത്തീസ്ഗഡിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് വിഷ്ണു ദിയോസായ്. അടുത്ത് മധ്യപ്രദേശിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ്. മധ്യപ്രദേശിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ്. രാജസ്ഥാന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. രാജസ്ഥാന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. ലാസ്റ്റ് വൺ തെലുങ്കാനയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. തെലുങ്കാനയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. ഇപ്പം നവംബർ മാസത്തിൽ 5 സ്റ്റേറ്റ്: മിസോറാം ലാൽ ദുഹോമ, ഛത്തീസ്ഗഡ് വിഷ്ണു ദിയോസായ്, മധ്യപ്രദേശ് മോഹൻ യാദവ്, രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, തെലുങ്കാന രേവന്ത് റെഡ്ഡി. മോസ്റ്റ് റിപ്പീറ്റഡ് ചീഫ് മിനിസ്റ്റേഴ്സ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഷൻ വന്നിട്ടുള്ള മുഖ്യമന്ത്രിമാരുടെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം CSEB ഏറ്റവും ലേറ്റസ്റ്റ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 20 ഓഗസ്റ്റ് 2023, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1036/2023. ഗോവയുടെ നിലവിലെ മുഖ്യമന്ത്രി ആര്? പ്രമോദ് സാവന്ത്. അതേ ക്വസ്റ്റ്യൻ വീണ്ടും പറയുകയാണെങ്കിൽ ഓർത്തേക്കാണ്, ഗോവയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് പ്രമോദ് സാവന്ത്. ജാർഖണ്ഡിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ. ഹേമന്ത് സോറൻ ഈസ് ദി ചീഫ് മിനിസ്റ്റർ ഓഫ് ജാർഖണ്ഡ്. പുറത്തേക്ക് ഗോവ പ്രമോദ് സാവന്ത്, ജാർഖണ്ഡ് ഹേമന്ത് സോറൻ. ഇനി കേരള PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്: ഹിമാചൽ പ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് സുഗു. പുറത്തേക്ക് സുഖ്വീന്ദർ സിംഗ് സുഗു. ഹിമാചൽ പ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് സുഖ്വീന്ദർ സിംഗ് സുഗു. പഞ്ചാബ് സ്ഥിരം ക്വസ്റ്റ്യനാണ് ഭഗവന്ത് മാൻ. പഞ്ചാബിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ഭഗവന്ത് മാൻ. ഇനി കുക്കി മെയ്തൈ വിഭാഗം തമ്മിൽ സംഘർഷം നടക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. മണിപ്പൂരിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ബീരേൻ സിംഗ്. പുറത്തേക്ക് കേരള PSC സ്ഥിരം ക്വസ്റ്റ്യൻസ്: ഹിമാചൽ പ്രദേശ് സുഖ്വീന്ദർ സിംഗ് സുഗു, പഞ്ചാബ് ഭഗവന്ത് മാൻ, മണിപ്പൂർ ബീരേൻ സിംഗ്. മുഖ്യമന്ത്രിമാരെന്ന് ഇപ്പൊ സ്ഥിരമായി ചോദിക്കുന്ന കേരളത്തിൽ നിന്നുള്ള വ്യക്തി ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി അന്തരിച്ചതെന്ന 2023 ജൂലൈ 12 അന്തരിച്ചു. 2023 ജൂലൈ 12. കാലാവധി പൂർത്തിയാക്കിയ രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. കാലാവധി തികച്ച രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. ആദ്യത്തെ ആൾ ചോദിക്കണമെങ്കിൽ K കരുണാകരനാണ്. ഉമ്മൻചാണ്ടി കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടിരുന്ന കാലഘട്ടങ്ങളാണ് 2004 മുതൽ 2006 വരെ, 2011 മുതൽ 2016 വരെ. കാലാവധി പൂർത്തിയാക്കിയ രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. ആദ്യത്തെ ആൾ ചോദിക്കണമെങ്കിൽ K കരുണാകരനാണ്. 2004 മുതൽ 2006 വരെയും 2011 മുതൽ 2016 വരെയും കേരള മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ഇനി സ്ഥിരം ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം MLA ആയിട്ടിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായിരുന്ന വ്യക്തി ഉമ്മൻചാണ്ടിയാണ്. സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആര്? ഉമ്മൻചാണ്ടിയാണ്. സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. മികച്ച പൊതുപ്രവർത്തനത്തിനുള്ള UN പബ്ലിക് സർവീസ് അവാർഡ്, ഐക്യരാഷ്ട്രസഭയുടെ പബ്ലിക് സർവീസ് അവാർഡ്, മികച്ച പൊതുപ്രവർത്തനമുള്ള അവാർഡ് ലഭിച്ച വർഷം 2013 ജനസമ്പർക്ക പരിപാടിക്കാണ് അവാർഡ് ലഭിച്ചത്. മികച്ച പൊതുപ്രവർത്തനത്തിനുള്ള ജനസമ്പർക്ക പരിപാടി, അതിന് UN അവാർഡ്, യുണൈറ്റഡ് നേഷൻ ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ച വർഷം 2013 2013. ഉമ്മൻചാണ്ടിയെ കുറിച്ച് PT ചാക്കോ രചിച്ച ജീവചരിത്ര പുസ്തകമാണ് തുറന്നിട്ട വാതിൽ. ഉമ്മൻചാണ്ടിയെ കുറിച്ച് PT ചാക്കോ രചിച്ച ജീവചരിത്ര പുസ്തകമാണ് തുറന്നിട്ട വാതിൽ. ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് ടച്ചിങ് ദി സോൾ. പുറത്തേക്ക് ഉമ്മൻചാണ്ടിയെ കുറിച്ച് PT ചാക്കോ രചിച്ച ജീവചരിത്ര പുസ്തകമാണ് തുറന്നിട്ട വാതിൽ. ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് ടച്ചിങ് ദി സോൾ. UN അവാർഡ് ലഭിച്ചത് 2013 UN പബ്ലിക് സർവീസ് അവാർഡ്, അത് ജനസമ്പർക്ക പരിപാടിക്കാണ് ലഭിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. അതിൻ്റെ എഴുത്ത് സണ്ണിക്കുട്ടി എബ്രാഹാം. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര് കാലം സാക്ഷി, എഴുത്ത് സണ്ണിക്കുട്ടി എബ്രാഹാം. ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്ര പുസ്തകമാണ് തുറന്നിട്ട വാതിൽ, അത് രചിച്ച ആള് PT ചാക്കോ. ഇനി ഉമ്മൻചാണ്ടിയുടെ പ്രധാന രചനകൾ നോക്കാം. പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ, കേരളത്തിൻ്റെ ഗുൽസാരി, മറുപടിയില്ലാത്ത കത്തുകൾ, ചങ്ങല ഒരുങ്ങുന്നു.
പ്രധാന രചനകളാണ് പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ, കേരളത്തിൻ്റെ ഗുൽസാരി, മറുപടിയില്ലാത്ത കത്തുകൾ, ചങ്ങല ഒരുങ്ങുന്നു. അതിനുശേഷം കേരളത്തിൽ ബൈ ഇലക്ഷൻ വന്നു. പുതുപ്പള്ളി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ LAC ബൈ ഇലക്ഷൻ വന്നത് 2023 സെപ്റ്റംബർ 5. ആ സെപ്റ്റംബർ 5 ബൈ ഇലക്ഷൻ നടത്തി വിജയിച്ച സ്ഥാനാർത്ഥിയാണ് ചാണ്ടി ഉമ്മൻ. ഇനി നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ നോക്കാം. ഒരുപാട് വ്യക്തികളുണ്ട്, അതിൽ സ്ഥിരമായി ചോദിക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. കേരളത്തിൻ്റെ ലോകായുക്ത ആരാ? സിറിയക് ജോസഫ്. കേരളത്തിൻ്റെ ലോകായുക്തയാണ് സിറിയക് ജോസഫ്. കേരളത്തിൻ്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാ? വി വേണു. കേരളത്തിൻ്റെ നിലവിലെ ചീഫ് സെക്രട്ടറിയാണ് വി വേണു. കേരളത്തിൻ്റെ നിലവിലെ DGP ആരാ? ഷെയ്ഖ് ദർവേസ് സാഹിബ്. കേരളത്തിൻ്റെ നിലവിലെ DGP ആണ് ഷെയ്ഖ് ദർവേസ് സാഹിബ്. കേരള PSCയുടെ നിലവിലെ ചെയർമാൻ ആരാ? MR ബൈജു. കേരള PSCയുടെ നിലവിലെ ചെയർമാനാണ് MR ബൈജു. കേരള പ്ലാനിംഗ് ബോർഡ്, കേരള ആസൂത്രണ ബോർഡ്, കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ എപ്പോഴും CM ആയിരിക്കും, പിണറായി വിജയൻ. കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാനാണ് പിണറായി വിജയൻ. ആൾക്ക് കൂട്ടായിട്ട് വൈസ് ചെയർമാനാണ് VK രാമചന്ദ്രൻ. കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാനാണ് പിണറായി വിജയൻ, കൂട്ടായിട്ട് വൈസ് ചെയർമാനാണ് VK രാമചന്ദ്രൻ. പുറത്തേക്ക് കേരളത്തിൻ്റെ ലോകായുക്തയാണ് സിറിയക് ജോസഫ്. കേരളത്തിൻ്റെ നിലവിലെ ചീഫ് സെക്രട്ടറിയാണ് വി വേണു. കേരളത്തിൻ്റെ നിലവിലെ DGP ആണ് ഷെയ്ഖ് ദർവേസ് സാഹിബ്. കേരള PSCയുടെ നിലവിലെ ചെയർമാനാണ് MR ബൈജു. ഇനി പ്ലാനിംഗ് ബോർഡ്, ആസൂത്രണ കമ്മീഷൻ, കേരളത്തിൻ്റെ പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ എപ്പോഴും CM ആയിരിക്കും. നിലവിലെ CM ആണ് പിണറായി വിജയൻ. ആൾക്ക് കൂട്ടായിട്ട് വൈസ് ചെയർമാനാണ് VK രാമചന്ദ്രൻ. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആണ് ആശിഷ് ജെ ദേശായി. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആണ് ആശിഷ് ജിതേന്ദ്ര ദേശായി അല്ലെങ്കിൽ ആശിഷ് ജെ ദേശായി. കേരളത്തിൻ്റെ നിലവിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിൻ്റെ നിലവിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഇനി സംസ്ഥാനങ്ങളുടെ ഒന്നാമത്തെ നിയമോദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് ജനറൽ. ദി ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് എ സ്റ്റേറ്റ്. സംസ്ഥാനങ്ങളുടെ ഒന്നാമത്തെ നിയമോദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലാണ് ഗോപാലകൃഷ്ണകുറുപ്പ്. പുറത്തേക്ക് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആണ് ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരളത്തിൻ്റെ നിലവിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലാണ് ഗോപാലകൃഷ്ണകുറുപ്പ്. അടുത്തതാണ് കേരളത്തിൻ്റെ നിയമസഭ. ഇപ്പോഴത്തെ നിയമസഭ എത്രാമത്തെ നിയമസഭയാ? 15ാമത് കേരള നിയമസഭ. 15ാമത് കേരള നിയമസഭ എന്ന് മുതൽ എന്ന് വരിക? 2021 മുതൽ 26 വരെ. ഇപ്പോഴത്തെ നിയമസഭ എത്രാമത്തെ നിയമസഭയാ? 15ാമത് കേരള നിയമസഭ 2021 മുതൽ 26 വരെ. നോക്കാം. നിലവിലെ സ്പീക്കറാണ് AN ഷംസീർ. കേരളത്തിൻ്റെ നിലവിലെ സ്പീക്കറാണ് AN ഷംസീർ. ആൾക്ക് കൂട്ടായിട്ട് ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. കൂട്ടായിട്ട് ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. പ്രോട്ടേം സ്പീക്കർ പദവി വഹിച്ച വ്യക്തിയാണ് PTA റഹീം. പിണറായി വിജയൻ 2021 നിയമസഭയിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ അന്ന് സഭയിലെ മുതിർന്ന നേതാവായിട്ട് നിയമിച്ചത്, പ്രോട്ടേം സ്പീക്കറായിട്ട് നിയമിച്ചത് PTA റഹീമിനായിരുന്നു. പുറത്തേക്കാം PTA റഹീം. ഇത് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവരെല്ലാവരും ഓപ്ഷൻ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. പ്രോട്ടേം സ്പീക്കർ ചോദിക്കുമ്പോൾ PT, അങ്ങനെ ഓർത്തേക്കാം PTA റഹീം. ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. പുറത്തേക്ക് സ്പീക്കർ വെച്ചിട്ട് 3 ക്വസ്റ്റ്യനുള്ളൂ. സ്പീക്കർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AN ഷംസീർ. ആൾക്ക് കൂട്ടായിട്ട് ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. ആദ്യമായിട്ട് സമ്മേളിച്ചപ്പോൾ പ്രോട്ടേം സ്പീക്കറായിട്ട് നിയമിച്ചത് PTA റഹീമിനെ ആയിരുന്നു. ഇനി നോക്കാം. 15ാമത് കേരള നിയമസഭയുടെ ലീഡർ ആരാ? പിണറായി വിജയൻ. CM ആണ്. ലീഡർ ഓഫ് ദി ഹൗസ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് ഒപ്പോസിഷൻ ലീഡർ ആരാ? VD സതീശൻ. ഇപ്പോഴത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. ഇനി 15ാമത് കേരള നിയമസഭയുടെ സെക്രട്ടറി ആരാ? AM ബഷീർ. 15ാമത് കേരള നിയമസഭയുടെ സെക്രട്ടറിയാണ് AM ബഷീർ. ഇപ്പം ലീഡർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ ഒപ്പോസിഷൻ ലീഡറാണ് VD സതീശൻ. 15ാമത് കേരള നിയമസഭയുടെ സെക്രട്ടറിയാണ് AM ബഷീർ. ഇനി സ്ഥിരമായിട്ട് കേരളത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കമ്മീഷനും അതിൻ്റെ നിലവിലെ ചെയർമാൻ ആരൊക്കെയാണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മീഷനുകളും അതിൻ്റെ ചെയർമാനും ആരൊക്കെ നോക്കാം. ആദ്യം ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം.
കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിലെ ചെയർമാൻ. കേരളത്തിന്റെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ആരാ? എസ് മണികുമാർ. നിലവിലെ കേരളത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് എസ് മണികുമാർ. അടുത്താണ് വുമൺ കമ്മീഷൻ, വനിതാ കമ്മീഷൻ. കേരളത്തിന്റെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാ? പി സതീദേവി. കേരള വനിതാ കമ്മീഷൻ നിലവിലെ ചെയർപേഴ്സണാണ് പി സതീദേവി. അടുത്ത് CSEBയുടെയും പ്രീവിയസ്. കേരള സ്റ്റേറ്റ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ. കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാ? കേരള സ്റ്റേറ്റ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാ? വിശ്വാസ് മേത്ത. അതേ ക്വസ്റ്റ്യൻ വീണ്ടും പറയണേ, ഓർത്തേക്കാണ്, വിശ്വാസ് മേത്ത. ഓർത്തേക്ക. കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിലെ ചെയർമാനാണ് എസ് മണികുമാർ. വുമൺ കമ്മീഷൻ സംസ്ഥാനത്തിന്റെ വനിതാ കമ്മീഷൻ ചോദിക്കണമെങ്കിൽ പി സതീദേവി. ഇനി ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ കേരളത്തിന്റെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചോദിക്കണമെങ്കിൽ വിശ്വാസ് മേത്ത. അടുത്തതാണ് ഇലക്ഷൻ കമ്മീഷൻ. കേരളത്തിന്റെ നിലവിലെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ കേരള സ്റ്റേറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ. കേരളത്തിന്റെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ. കേരളത്തിന്റെ മുഖ്യ ചീഫ് ഇലക്ടറൽ ഓഫീസർ, മുഖ്യ ഇലക്ടറൽ ഓഫീസർ ആരാ? സഞ്ജയ് കൗൾ. മുഖ്യ ഇലക്ടറൽ ഓഫീസറാണ് സഞ്ജയ് കൗൾ. ഓർത്തേക്ക. ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് എ ഷാജഹാൻ, ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് സഞ്ജയ് കൗൾ. ഇനി അടുത്താണ് ധനകാര്യ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ. ആറാമത് കേരളത്തിന്റെ ഫിനാൻസ് കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാ? SM വിജയാനന്ദ്. ആറാമത് കേരളത്തിന്റെ ധനകാര്യ കമ്മീഷൻ അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ ചെയർമാനാണ് SM വിജയാനന്ദ്. ഇനി റിസർവേഷൻ ബേസ് ചെയ്തുള്ള കമ്മീഷനും ചെയർമാനും നോക്കാം. കേരളത്തിലെ റിസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള കമ്മീഷനും ചെയർമാനും. ആദ്യം SC/ST. കേരള സ്റ്റേറ്റ് SC/ST കമ്മീഷൻ നിലവിലെ ചെയർമാനാര്? കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിലെ ചെയർമാനാണ് BS മാവോജി. BS മാവോജിയാണ് കേരളത്തിലെ SC/ST കമ്മീഷന്റെ ചെയർമാൻ. അടുത്താണ് OBC. കേരളത്തിലെ അതർ ബാക്ക്വേർഡ് ക്ലാസസ് പിന്നോക്ക വിഭാഗ കമ്മീഷൻ, അതിന്റെ ചെയർമാനാണ് G ശശിധരൻ. ഇനി എങ്ങാനും EWS ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസിന്റെ ചെയർമാൻ ചോദിക്കണമെങ്കിൽ CN രാമചന്ദ്രൻ നായർ. എങ്ങാനും ചോദിക്കണമെങ്കിൽ ഓർത്തേക്ക CN രാമചന്ദ്രൻ നായർ. എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസിന്റെ അതിന്റെ കമ്മീഷന്റെ ചെയർമാനാണ് CN രാമചന്ദ്രൻ നായർ. അതർ ബാക്ക്വേർഡ് ക്ലാസസ് പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാനാണ് G ശശിധരൻ. അടുത്താണ് മൈനോറിറ്റി ന്യൂനപക്ഷ കമ്മീഷൻ. കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനാണ് A റഷീദ്. കേരളത്തിലെ മൈനോറിറ്റി കമ്മീഷൻ അതിന്റെ ചെയർമാനാണ് A റഷീദ്. ഇനി അടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാലാവകാശ കമ്മീഷൻ. കേരളത്തിലെ ബാലാവകാശ കമ്മീഷൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് KV മനോജ് കുമാർ. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് സംസ്ഥാനത്തിന്റെ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് KV മനോജ് കുമാർ. ഇനി അടുത്ത യുവജനങ്ങൾക്ക് നോക്കാം. കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷൻ. കേരളത്തിന്റെ യുവജന കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാനാണ് M ഷാജർ. കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷൻ ചെയർമാനാണ് M ഷാജർ. ഇനി അടുത്തത് ശമ്പള കമ്മീഷൻ. 11ാമത് കേരള സ്റ്റേറ്റ് പേ കമ്മീഷൻ ശമ്പള കമ്മീഷൻ ചെയർമാനായിരുന്നു K മോഹൻദാസ്. 11ാമത് കേരള സ്റ്റേറ്റ് പേ കമ്മീഷൻ ചെയർമാനാണ് K മോഹൻദാസ്. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. കേരള സാഹിത്യ അക്കാദമി. കേരളത്തിലെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാണ് K സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റാണ് K സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സണാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ. മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനാണ് OS ഉണ്ണികൃഷ്ണൻ. കേരള ഫോക്ലോർ അക്കാദമി ചെയർപേഴ്സണാണ് OS ഉണ്ണികൃഷ്ണൻ. കേരള ലളിതകലാ അക്കാദമി ചെയർമാനാണ് മുരളി ചീറോത്ത്. പുറത്തേക്ക സാഹിത്യ അക്കാദമി ആണെങ്കിൽ K സച്ചിദാനന്ദൻ. സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ ആണെങ്കിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഫോക്ലോർ അക്കാദമി ആണെങ്കിൽ OS ഉണ്ണികൃഷ്ണൻ. ലളിതകലാ അക്കാദമി ആണെങ്കിൽ മുരളി ചീറോത്ത്.
അടുത്തതാണ് സിനിമ. സ്ഥിരമായി ചോദിക്കാറുള്ള 2 ക്വസ്റ്റ്യൻ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് രഞ്ജിത്ത്. കേരളത്തിലെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് രഞ്ജിത്ത്. അടുത്താണ് വികസനം. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ് ഷാജി എൻ കരുൺ. ഓർത്തേക്കുക, ചലച്ചിത്ര അക്കാദമി ചോദിക്കണമെങ്കിൽ ചെയർമാൻ രഞ്ജിത്തും, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചോദിക്കണമെങ്കിൽ അതിന് ചെയർമാൻ ഷാജി എൻ കരുൺ. അപ്പം നമ്മൾ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതെല്ലാം നമ്മൾ ജസ്റ്റ് റിവിഷൻ ചെയ്താണ് പോണേ. ഇനി അടുത്ത സെക്ഷനിൽ അത് പാർട്ട് 2ലേക്ക് കടക്കാം. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് പഠിച്ച കാര്യങ്ങൾ തന്നെയുള്ളൂ. ഓപ്പറേഷൻസ്, ഓപ്പറേഷൻ ഗംഗ, ഓപ്പറേഷൻ കാവേരി, ഓപ്പറേഷൻ ദോസ്ത്, അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻ പഠിച്ചായിരുന്നു. അതുപോലെ അവാർഡ്സ്, നോബൽ, അതുപോലെ തന്നെ ഓസ്കാർ, MM കീരവാണിക്കും ചന്ദ്രബോസിനൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ പാർട്ട് 2ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പാർട്ട് 2ലേക്ക് കടക്കാം.